ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്നൊരു നാടൻ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് നമുക്ക് കൂടുതൽ ഒരു ഇത് നാടൻ ആണല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും കൂടുതൽ നല്ലത്. ഏതെണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് സബോള ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടിയെടുക്കുക. അതിലേക്ക് കൊച്ചുള്ളി കൂടി ഒരു നാടൻ സ്റ്റൈലാകുമ്പോൾ നമുക്ക് കൊച്ചുള്ളിയും കൂടെ ആഡ് ആക്കാം. കൊച്ചുള്ളി അല്ലെങ്കിലും യൂഷ്വലി ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചുള്ളിയും കൂടെ അതേപോലെ വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അരച്ച് വെച്ചതും കൂടെ ആഡ് ആക്കുക. അതിലും ഒരു പച്ച മണമുണ്ട്, അത് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതും വാട്ടി തന്നെയാണ് എടുക്കേണ്ടത്. വാട്ടിയെടുത്തതിന് ശേഷം നല്ല എല്ലാ സ്ഥലത്തും ആഡ് ആകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റുക. പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും കൂടെ അടച്ച് വെച്ച് വേവിക്കണം. തക്കാളി നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. നല്ലതുപോലെ നമുക്ക് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇങ്ങനെ ഉടയുമ്പോൾ പേസ്റ്റ് ആവുന്ന രീതിയിൽ തക്കാളി വേവിച്ചെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചാൽ അതങ്ങനെ ആയിക്കോളും. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ഞാൻ 2 സ്പൂൺ ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ചിക്കനാണ്, ഞാനിപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് അതും നല്ലതുപോലെ വഴറ്റി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനല്ല, കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടി ഐറ്റംസ് ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ കുരുമുളക് പൊടിയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ വഴറ്റി എടുക്കണം. ഇത് നമുക്കിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാനും ആദ്യമായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് യൂട്യൂബ് നോക്കിയൊക്കെ തന്നെയാണ്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കിങ്ങിൽ ഞാനൊന്നും പ്രോയൊന്നും അല്ല എങ്കിലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കറിയാണിത്. ബിഗിനേഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഗരം മസാല പിന്നെ ചിക്കൻ കറി മസാലയും കൂടെ ആഡ് ചെയ്ത് അതും നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ യോജിക്കുന്ന രീതിക്ക് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ പച്ചയായിട്ടാണ് ചിക്കൻ ഇടുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ പൊരിച്ച് മസാലയൊക്കെ ഒരു യൂഷ്വൽ മസാലയൊക്കെ ആഡ് ചെയ്ത് പൊരിച്ച് ഇതേപോലെ നമുക്ക് ആഡ് ആക്കാം. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ മസാല കുറച്ച് നേരം തേച്ച് വെച്ച് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി അതും ആഡ് ആക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഡയറക്റ്റ് ചിക്കൻ മസാലയിലേക്ക് ഇടുകയാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന കറിയായിട്ട് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക. ചിക്കനിലേക്ക് ഞാൻ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിപ്പോൾ ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.